ഹൈ ഗായ്സ്, ഞാൻ നിങ്ങൾ സ്വന്തം കണ്ട വെൽക്കം ടു മൈ ചാനൽ ഫിഷ് വ്ളോഗ്സ്. ഗൈസ്, അപ്പോൾ എൻ്റെ ചേട്ടൻ രാത്രി ആയപ്പോൾ നമുക്കൊരു സാധനം വാങ്ങാൻ പോകുന്നിട്ട് പോയതാണ്. ഇതിപ്പോൾ എവിടെ കൊണ്ടുപോയെന്ന് വെച്ചാൽ നമ്മുടെ സൗത്തിലുള്ള അക്വേറിയം കടയിലാണ് എന്നെ കൊണ്ടുപോയത്. ഗൈസ്, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് ഇവിടെ എന്ത് മീനാണ് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നീ വാങ്ങിച്ചോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഏത് മീനാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മീനാണ്. അപ്പോൾ എനിക്ക് ഏതെടുക്കണമെന്ന് അവസാനം അറിയാണ്ടായിപ്പോയി. പിന്നെ പെട്ടെന്ന് ഉള്ള ഇതുള്ളതുകൊണ്ട് എനിക്ക് ഏതെടുക്കണമെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോഴാണ് ഞാൻ നമ്മുടെ റെഡ് ടൈൽ കാറ്റ്ഫിഷിനെ കണ്ടത്. എത്തപ്പത്തേന്ന് തന്നെ നമ്മുടെ റെഡ് ടൈൽ കാറ്റ്ഫിഷിനെ ഞാനങ്ങോട്ട് പൊക്കി ഒരെണ്ണത്തിനങ്ങോട്ട്. ഇപ്പം നമ്മൾ അതിനകത്ത് കൂട്ടത്തിലൊരു വലുതിനെ നോക്കിയാണ് എടുക്കാൻ പോണത്. രണ്ടിനെയും പിടിച്ചിട്ടിട്ട് അതിനകത്തുള്ള കൂട്ടത്തിലൊരു വലുതിനെ നോക്കിയാണ് നമ്മൾ എടുക്കാൻ പോണത്. ഗൈസ് അപ്പം നമുക്ക് അതിനകത്തുള്ള ചെറുതിനെ നമുക്ക് അങ്ങോട്ട് പിടിച്ച് മാറ്റിയേക്കാം. എന്നാലും നമുക്ക് അതിനകത്ത് വലുതിനെ നമ്മൾ എടുത്താൽ മതി. ചെറുതിനെ നമ്മൾ പിടിച്ച് നമ്മൾ ആ ടാങ്കിലോട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ കാറ്റ്ഫിഷിനെ മതി. എന്നാലും ഒരെണ്ണത്തിനാണ്. ഈ ഒരെണ്ണത്തിന് എത്ര രൂപയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 രൂപയാണ്. ഈ ഒരെണ്ണത്തിന്, ഈ ഒരു കാറ്റ്ഫിഷിന് 300 രൂപയാണ് നമ്മുടെ സൗത്തിലെ റേറ്റ്. ഗൈസപ്പോൾ അവിടെ വേറെ ടൈപ്പ് മീനൊക്കെ ഉണ്ട്. ഗൈസപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടൊരു മീനാണ് നമ്മുടെ റെഡ് ടൈൽ കാറ്റ്ഫിഷ്. നല്ല രീതിയിൽ തന്നെ അവൻ ഇണങ്ങും, പെട്ടെന്ന് തന്നെ അവൻ ഇണങ്ങും, നല്ല രീതിയിൽ തന്നെ ഇണങ്ങും. വേറെ അവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഫിഷസ് ഉണ്ട്. ഗൈസപ്പോൾ ഇവിടെ ഒരിക്കൽ പോലും ആരും പോകാണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി നോക്കാണ്ട് ഇഷ്ടമുള്ള മീനെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. മോൺസ്റ്റർ ഫിഷിനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഇവിടെ വന്ന് എടുത്തോ. മോൺസ്റ്റർ ഫിഷൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് നമ്മുടെ അലിഗേറ്റർ, അരോണ എല്ലാം. അരോണയൊക്കെ ഒരു വലിയ ബണ്ട സൈസ് അരോണേനെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ. ഇപ്പോൾ നമ്മുടെ റെഡ് ടൈൽ കാറ്റ്ഫിഷിനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അവനാണിതേ നമ്മളെ കിറ്റി കാണാനുണ്ട്. ഇപ്പോൾ പേടിച്ചിരിക്കുന്നതാണ് പയ്യെ. നമുക്ക് അവനെ വീട്ടിലോട്ട് കൊണ്ട് ഇറക്കി വിടാൻ. ഇപ്പോൾ നമ്മൾ ഇറക്കി വിടാൻ പോണാണ്. ഇപ്പോൾ പയ്യനെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ സെറ്റാക്കി നമ്മൾ പയ്യനെ അവനെ ഇറക്കി വിടാൻ പോണാണ്. ചെറിയൊരു ഓക്സിജൻ ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഇടുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യണം. ഗൈസ്, അപ്പോൾ നമ്മുടെ അലിഗേറ്ററിനെ ടാങ്കിലോട്ട് ഇറക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.